നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാൻ പേടി തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പേടി വരുന്നത് എന്നറിയാമോ? അറിയില്ലെങ്കിൽ നമുക്കതൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് എങ്ങനെ അത് ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. പേടി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഒരു ബിഗിനറാണ്. ഒരുപാട് വീഡിയോസ് കണ്ട് കുറെ ഇൻഡിക്കേറ്ററുകളൊക്കെ ട്രൈ ചെയ്ത് ക്ലാരിറ്റി നഷ്ടപ്പെട്ട് കുറെ ലോസുകൾ വരുത്തി വെച്ചിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ പേടി വരുന്നതിന്റെ പ്രധാന കാരണം സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അതിന് ആദ്യ കാരണം മുൻപ് വരുത്തി വച്ചിട്ടുള്ള ലോസുകൾ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇനിയും ട്രേഡ് എടുത്താൽ പെയിൻ ഉണ്ടാവുമെന്നായിരിക്കും. അടുത്തത്, ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ ട്രേഡ് സെറ്റപ്പുമായി മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം ട്രേഡ് ലോസ് ആകുമോ അതോ SL ഒക്കെ ഹിറ്റ് ആവുമെന്നായിരിക്കും ചിന്ത. അപ്പോൾ എൻഡ് റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ട്രേഡ് എക്സിക്യൂഷൻ തകരാറിലാവും. അടുത്തത്, ഒരുപാട് ഇൻഫർമേഷൻ ന്യൂസുകളായിട്ടും ഒരുപാട് വീഡിയോസ് ആയിട്ടും പിന്നെ ഒരുപാട് സ്ട്രാറ്റജിയും ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ടും ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റിയും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ട്രേഡ് എടുക്കാൻ ധൈര്യവും ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങളുടെ സെൽഫ് ട്രസ്റ്റ് പോലും പോയി കാണും. നിങ്ങളെ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥ. മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ഫിയർ വരുന്നത് ട്രേഡ് കാരണമല്ല, മറിച്ച് മണി അറ്റാച്ച്മെന്റ് കൊണ്ടാണ് വരുന്നത്. എങ്ങനെ ഫിയർ കുറയ്ക്കാം? ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നമ്മുടെ റിസ്ക് പ്രീഡിഫൈൻഡ് ആയിരിക്കണം. ബ്രെയിനിന് ഓൾറെഡി മനസ്സിലാവണം, ഈ ട്രേഡ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പോയില്ലെങ്കിൽ എന്റെ റിസ്ക് ഈ എമൗണ്ട് ആണ്. ഇവിടെ റിസ്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത്, ഫോളോ വൺ സെറ്റപ്പ് ആൻഡ് വൺ റൂൾ. ഒരിക്കലും മൾട്ടിപ്പിൾ സെറ്റപ്പുകളും സ്ട്രാറ്റജികളും മിക്സ് ചെയ്യാണ്ടിരിക്കുക. അടുത്തത്, ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നതിലുപരി ഒരു ട്രേഡ് സെറ്റപ്പ് ഫോളോ ചെയ്യാൻ നോക്കണം. അടുത്ത് വരുന്നത് പൊസിഷൻ സൈസിങ് ആണ്. ഈ പൈസ SL അടിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് വരുന്ന ഒരു എമൗണ്ട് വെക്കാവുന്ന പൊസിഷൻ സൈസിങ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി മുതൽ പേടി വരുമ്പോൾ ഓർക്കുക, നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ക്യാപിറ്റൽ ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ഇത് എല്ലാ ട്രേഡർമാരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പ്രോസസ്സ് ഫോളോ ചെയ്താൽ അത് താനെ മാറിക്കൊള്ളും. ട്രേഡിംഗിൽ എങ്ങനെ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്ത് കൺവിക്ഷനോട് കൂടി ട്രേഡ് എടുക്കാമെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഡീറ്റെയിൽസ് എന്ന് കമന്റ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം.